മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കേണ്ടത് എനിക്കുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആത്മനിഷ്ഠമായ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലല്ല, പിന്നെയോ എൻ്റെ ജീവിതത്തിൽ കാണുന്നതും എന്നിൽ നിന്ന് കേൾക്കുന്നതുമായ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ആയിരിക്കണം. മാതൃകയായി ജീവിക്കാതെ ജീവിതത്തിൽ ഏതോ അലൗകിക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വീമ്പിളക്കുന്നത് തികച്ചും അപഹാസ്യമാകുന്നു. ചിന്തിക്കാം. ജീവിതത്തിലുണ്ടാകുന്ന അസൗകര്യങ്ങളെ എങ്ങനെയെങ്കിലും അകറ്റി എല്ലാം സൗകര്യപ്രദമാക്കുവാനുള്ള തത്രപ്പാടിൽ അനേകരും നഷ്ടപ്പെടുത്തുന്നത് അമൂല്യങ്ങളായ ആത്മീയ അനുഭവങ്ങളാണ്. തൻ്റെ ജഡത്തിലെ ശൂലം മാറ്റിത്തരുവാൻ വിശുദ്ധ പൗലോസ് 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചിട്ടും താൻ ചോദിച്ചത് ദൈവം നൽകാതെ താൻ എന്തിന് ആ ശൂലം അവിടെ വെച്ചിരിക്കുന്നു എന്ന് പൗലോസിനെ ദൈവം പഠിപ്പിച്ചു. ഓർക്കണം, പ്രാർത്ഥന എന്നാൽ ഒന്നാമത് നമുക്ക് ദൈവം തന്നിട്ടുള്ള വകകളെ ദൈവഹിതപ്രകാരം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാനുള്ള ദൈവശക്തിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതാണ്. രണ്ടാമതായി, എനിക്കാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടില്ലാത്തത് അതിൻ്റെ കാരണം അറിയുവാൻ നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഞാൻ എങ്ങനെയും ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കും എന്ന് ചിന്തിച്ചിരിക്കുന്നതിനാൽ ദൈവം കരുതി വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കൈമോശം വന്നു പോകുന്നു. വിശുദ്ധ പൗലോസിൻ്റെ അനുഭവം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം എല്ലാവർക്കും പരിചിതമാണല്ലോ. അവൻ്റെ ജഡത്തിലെ ശൂലത്തെക്കുറിച്ച് അവൻ പറയുന്നത് ആ ഭാഗം തന്നെ ഇന്ന് നമുക്ക് പഠിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ശക്തി ഒന്ന് മാത്രമേ നമ്മെ ദൈവത്തിന് പ്രയോജനമുള്ളവരും നിലനിൽക്കുന്ന മൂല്യമുള്ള പ്രവർത്തനം അവന് വേണ്ടി നിർവഹിക്കുന്നവരുമാക്കി തീർക്കൂ. എല്ലാം കൊണ്ടും മുൻപന്തിയിലായിരുന്നു എന്ന് നാം ചിന്തിക്കുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം ബലഹീനമായിരുന്നു എന്ന് താൻ തന്നെ സമ്മതിക്കുന്നു. തന്നെക്കൊണ്ട് പ്രവർത്തിപ്പിച്ചത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാകുന്നു എന്ന് പൗലോസ് സമ്മതിക്കുന്നു. തനിക്ക് ഉന്നതങ്ങളായ അനുഭവങ്ങളുണ്ടായിരുന്നു, പഠിത്തമുണ്ടായിരുന്നു, കഴിവുകളുണ്ടായിരുന്നു. എന്നാൽ ദൈവശക്തി ഒന്ന് മാത്രമാണ് അവനെ പ്രയോജനമുള്ളവനാക്കിയത് എന്ന് പൗലോസ് സമ്മതിക്കുന്നു. നാം പലപ്പോഴും നമ്മുടെ കഴിവുകളെ മാത്രം നോക്കുന്നതിനാലാണ് ദൈവത്തിലുള്ള ആശ്രയം കുറഞ്ഞു പോകുന്നതും പരാജയപ്പെടുന്നതും. നമ്മുടെ ബലഹീനതകളെ ഒന്ന് മനസ്സിലാക്കിക്കേ. അപ്പോൾ നാം വാസ്തവത്തിൽ പ്രയോജനപ്പെടുവാൻ സാധിക്കും. ഞാനീ പറയുന്നത് ലോകത്തിൽ ഇന്ന് വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള പല പഠിപ്പീരുകൾക്കും വിപരീതമാണെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് അതത്രേ. പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവം തന്നെ നമുക്കൊന്ന് പഠിക്കാം. നാം 2 കൊരിന്ത്യർ 11-ാം അധ്യായം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. 11-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറയുകയാണ്. തന്നെ ചോദ്യം ചെയ്ത പലരോടും തനിക്കുള്ള മറുപടി അവിടെ ഉണ്ടായിരുന്നു. താൻ വെറുതെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല. പൗലോസ് തൻ്റെ അപ്പസ്തോലത്വത്തിൻ്റെ വെളിപ്പാടിനെക്കുറിച്ചാണ് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം. ബഹിരാകാശത്തെ സഞ്ചാരത്തെപ്പറ്റി നാം ഇന്ന് വളരെയേറെ കേൾക്കുന്നുണ്ടല്ലോ. 1960-70 കാലഘട്ടങ്ങളിൽ ഇതൊരു വലിയ വിഷയമായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി. ചന്ദ്രനിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ അതിനേക്കാൾ എത്രയോ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ രസകരമായൊരു വസ്തുത പ്രസ്താവിക്കട്ടെ. ബൈബിളിൽ 3 ആളുകൾ ബഹിരാകാശ യാത്ര നടത്തി. എന്നിട്ട് അവർ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ചിലർ ചോദിച്ചേക്കാം, ഹാനോക്കും ഏലിയാവും അത് നിർവഹിച്ചില്ലേ എന്ന്. അവർ സ്വർഗത്തോളം എത്തി എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന്. ഏലിയാവ് സ്വർഗത്തിൽ കയറിയോ? ഒരർത്ഥത്തിൽ ശരിയാണ്.
3 സ്വർഗങ്ങളുണ്ട് എന്നോർമ്മിക്കുക. പക്ഷികൾ വിഹരിക്കുന്ന ഈ ആകാശം സ്വർഗം, രണ്ടാമത്തേത് നക്ഷത്ര വ്യൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലം, മൂന്നാമത്തേത് ദൈവം വസിക്കുന്ന സ്വർഗം. ഏലിയാവിനെ വായുമണ്ഡലത്തിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. സ്വർഗസ്ഥലങ്ങളിലേക്ക് എടുക്കപ്പെട്ട് തിരിച്ചെത്തിയ വേറെ 2 ആളുകളെ നമുക്കറിയാം. ഒന്ന് അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ. പത്മോസിൽ അവൻ ആയിരുന്ന അവസ്ഥ അറിയാമല്ലോ. താൻ കണ്ടതും കേട്ടതുമായ വസ്തുതകൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാം സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടു. ദൈവം വസിക്കുന്ന സ്ഥലം. വെളിപ്പാട് പുസ്തകവും 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സ്വർഗത്തോളം എടുക്കപ്പെട്ട 3-ാമത്തെ വ്യക്തി പൗലോസ് തന്നെയാകുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. സ്വർഗത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ള 3 ആളുകളുണ്ട്. ഒന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ജഡത്തിൽ അവതരിച്ചവനായ ദൈവം. മറ്റ് ആരെക്കാളും താൻ സ്വർഗത്തെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്, എന്നാലും വളരെ കുറച്ച് മാത്രം. യോഹന്നാനും വളരെ കുറച്ച് മാത്രമേ അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പൗലോസിന് ഒന്നും തന്നെ പറയാനായില്ല. 1-ാം വാക്യം, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. കർത്താവിന് വേണ്ടി സംസാരിച്ച അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ പൗലോസ് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അവയിൽ താൻ അധികം പ്രശംസിച്ചിട്ടില്ല. ദൈവാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ മറ്റാരും പറയരുത്, ഞാൻ പൗലോസിനേക്കാൾ കൂടുതൽ സഹിച്ചു എന്ന്. അതുകൊണ്ടായിരിക്കാം നാം പാടുന്ന പല പാട്ടുകളും നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് നിരക്കാത്തവയാണല്ലേ. കഷ്ടം സഹിക്കാതെ സഹിച്ചു എന്ന് പാടുന്നത് കപടഭക്തിയാണല്ലേ. നാം നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ എന്തുമാത്രം പെരുപ്പിച്ചാണ് സംസാരിക്കാറുള്ളത്. ആരെങ്കിലും എവിടെങ്കിലും നമ്മെ ഒന്ന് ദൂഷിച്ചെന്നോ നമ്മെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞു എന്നോ നാം കേട്ടാൽ എന്തുമാത്രം അതേക്കുറിച്ച് നാം പെരുപ്പിച്ച് പറയാറുണ്ട്. നാം കേൾക്കുന്ന പല സാക്ഷ്യങ്ങളിലും അവരവർ ആയിരുന്ന അന്ധകാര വഴികളെക്കുറിച്ചും പാപോല്ലാസങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിനെക്കുറിച്ചും ആകുന്നു കേൾക്കാറുള്ളത്. സാക്ഷ്യത്തിൽ കർത്താവിനെ പറ്റി വളരെ കുറച്ച് മാത്രമേ കേൾക്കാറുള്ളൂ. കർത്താവിൻ്റെ നാമം എങ്ങനെ മഹിമപ്പെടും ഒന്ന് ചിന്തിക്കൂ. കർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ വിവരിച്ചതിന് ശേഷം പൗലോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടുകളിലേക്ക് തിരിയുന്നു. 2-ാം വാക്യം, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. നമ്മുടെ കർത്താവ് തന്നെയാണ് ആകാശമണ്ഡലങ്ങളിൽ വിഹരിക്കുന്ന പക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവ വളരെ ഉയരത്തിൽ പോകുന്നില്ല. അതിന് പിമ്പിലായിട്ടാണ് നക്ഷത്ര വ്യൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന ആകാശം. ദൈവത്തിൻ്റെ സിംഹാസനം അവിടെയുമല്ല, അതിനു മുകളിലാണ്. ചന്ദ്രനിൽ പോയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി എന്ത് വിഡ്ഢിത്തമാണ് പറഞ്ഞത് എന്നറിയാമല്ലോ. താൻ ദൈവത്തെ അവിടെ എങ്ങും കണ്ടില്ലെന്ന്. ദൈവത്തിൻ്റെ സിംഹാസനം കാണണമെങ്കിൽ 3-ാം സ്വർഗത്തിലെത്തണം. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട തൻ്റെ അനുഭവമാണ് പൗലോസ് പറയുന്നത്. സമയവും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈ ലേഖനം എഴുതുന്നതിന് 14 വർഷം മുൻപ്, തൻ്റെ 1-ാമത്തെ പ്രേഷിത യാത്രയുടെ സമയം ആയിരിക്കാമത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ അനുഭവമാണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്ന് പിറ്റേനാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. അവൻ വാസ്തവമായി മരിച്ചതായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അവൻ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ശത്രുക്കൾ സ്ഥലം വിടാൻ ന്യായമുള്ളൂ. ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതാണ്. ഇത് അനേകർക്കും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സത്യം അതാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു.
അവന് വീണ്ടും ജീവൻ കിട്ടി. 3-ാം വാക്യം, ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. അവൻ വാസ്തവമായി മരിക്കുകയും സ്വർഗത്തോളം എടുക്കപ്പെടുകയും ആയിരുന്നുവോ, അതോ അബോധാവസ്ഥയിൽ കിടന്ന തനിക്ക് ലഭിച്ച ദർശനമാണോ? നിശ്ചയമായി പറയാൻ നമുക്ക് ആവില്ല. ഏതു വിധത്തിലാണെങ്കിലും 3-ാം സ്വർഗം താൻ ദർശിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. 4-ാം വാക്യം, ദൈവം അറിയുന്നു, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എങ്കിൽ പലരും വലിയ പുസ്തകങ്ങൾ തന്നെ രചിക്കുമായിരുന്നില്ലേ? എന്നാൽ പൗലോസ് ചുരുങ്ങിയ ചില വാക്കുകളിൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഒതുക്കി നിർത്തുന്നത് നാം കാണും. കാരണം അത് പറഞ്ഞ് താൻ വലിയ ആളാകുവാനായി ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുക മാത്രമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൻ തൻ്റെ അനുഭവം വളരെ ചുരുക്കി പറയുകയാണ്. പറയുന്നതും താൻ വളരെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 5-6 വാക്യങ്ങൾ. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. സ്വയ പ്രശംസ ഒന്നുമില്ല ഇതിൽ. മതിലിന് മീതെ ഒരു കുട്ടയിൽ കൂടെ തന്നെ രക്ഷപ്പെടുത്തി എന്ന്, അതെ, ആ വിധത്തിൽ രക്ഷപ്പെടുത്തപ്പെട്ട അതേ മനുഷ്യൻ തന്നെയാണ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, സംശയമില്ല. ഒരു സ്ഥലത്ത് അവൻ ഈ ലോകത്തിൻ്റെതായ ഏറ്റവും താണ പടിയിൽ കാണപ്പെടുന്നു. തൻ്റേതായ ജീവിതം കൊണ്ടല്ല, താൻ അനുഭവിച്ച പീഡനം കൊണ്ട്. എന്നാൽ മറുവശത്ത് വെളിപ്പാടുകളുടെ ആ ഉന്നത അവസ്ഥയെക്കുറിച്ച് നാം കാണും. 7-ാം വാക്യത്തിൽ വായിക്കുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അവൻ്റെ ബലഹീനതകളെക്കുറിച്ച് അവൻ വാചാലമായി സംസാരിക്കുന്നു. എന്നാൽ 3-ാം സ്വർഗത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവനെ വിലക്കിയതാവാം, ഇല്ലേ? ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ ഈ ഭൂമിയിൽ നിന്നും മാറ്റാൻ സാത്താൻ പല മാർഗങ്ങൾ പ്രയോഗിക്കും. രോഗം, ജഡത്തിൽ ശൂലം, അവൻ എന്തെല്ലാം വേലകൾ കാണിക്കും എന്നോർത്തിരിക്കണം. എന്തായിരുന്നു പൗലോസിൻ്റെ ശൂലം? ഞാനൊരു രഹസ്യം പറയാം, ആരോടും പറയരുത്. എനിക്കും ആ ശൂലം എന്തായിരുന്നു എന്നറിഞ്ഞുകൂടാ. തൻ്റെ ജഡത്തിലെ ശൂലത്തെപ്പറ്റി താൻ ഒന്നും പറഞ്ഞിട്ടില്ല. 3-ാം സ്വർഗത്തെപ്പറ്റിയും ഒന്നും വെളിവാക്കപ്പെട്ടിട്ടില്ല. ഒരു കാര്യം വ്യക്തം, എന്തിനീ ശൂലം കൊടുത്തു എന്നുള്ളത് താൻ വളരെ വ്യക്തമായും പറയുന്നു. താൻ നിഗളിച്ചു പോകാതിരിപ്പാൻ. ഇത് വലിയൊരു ചിന്തയാണല്ലേ? ജീവിതത്തിൽ പലപ്പോഴും നാം നേരിടേണ്ടി വരുന്നതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, എന്തിന് എന്ന് ഒരു പിടിയും നമുക്കുണ്ടാകില്ല. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, വേറെ വിധത്തിൽ പറഞ്ഞാൽ നാം നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം നമുക്ക് തരുന്ന ചില ശൂലങ്ങളാണത്. അത് നാം ഒരിക്കലും സ്വയസഹതാപത്തോടെ കാണുകയും അതിനെ കരുതുകയും ചെയ്യരുത്. പിന്നെയോ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി നാം താഴ്മയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. 8-9 വാക്യങ്ങളിൽ, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു.
ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പൗലോസിൻ്റെ ശൂലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം ഊഹിക്കൽ മാത്രമാണ്. കാഴ്ചക്കുറവായിരുന്നിരിക്കും തന്നെ അലട്ടുന്ന പ്രശ്നമെന്ന് ഞാനങ്ങ് നിരൂപിക്കുകയാണ്. ഞാനങ്ങനെ ഊഹിക്കുന്നതിൻ്റെ കാരണം ഗലാത്യ ലേഖനത്തിൽ താനത് സൂചിപ്പിക്കുന്നുണ്ട് എന്നത്രേ ഞാൻ കരുതുന്നത്. താൻ വലിയ അക്ഷരത്തിൽ എഴുതുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നാം വായിക്കുന്നല്ലോ. അതിൻ്റെ അർത്ഥം അവന് ശരിക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നല്ലേ? അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. പ്രശ്നം എന്തായാലും 3 പ്രാവശ്യം അത് നീങ്ങിക്കിട്ടുവാൻ താൻ ദൈവത്തോട് അപേക്ഷിച്ചു. കർത്താവ് അത് നിരസിക്കുകയും ചെയ്തു. ശരിടാ, എന്തൊരു കഷ്ടമല്ലേ! ദൈവത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ഒരപേക്ഷയുമായി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അത് ദൈവം നിരസിക്കുകയെന്നോ? 1-ാം പ്രാവശ്യവും 2-ാം പ്രാവശ്യവും 3-ാം പ്രാവശ്യവും കർത്താവ് അത് ശ്രദ്ധയോടെ കേട്ടു. പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, പിന്നെയോ മറുപടി ഇല്ല എന്നായിരുന്നതിനാലാണ്. ചിലപ്പോൾ നാമും ഇങ്ങനെ ചെയ്യാറുണ്ടല്ലേ? മറുപടി ഇല്ല എന്നായിരിക്കുമ്പോൾ തന്നെ പിന്നെയും പിന്നെയും നാം അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. നാം യാചിക്കുന്നത് അതുപോലെ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് നാം വിചാരിക്കും. അത് ശരിയല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ശരിയായ മറുപടിയാണ് കർത്താവിൻ്റെ ഇല്ല എന്നുള്ളതും. നോ. കർത്താവ് പൗലോസിനോട് എന്തു പറഞ്ഞു? എൻ്റെ കൃപ നിനക്ക് മതി കുഞ്ഞേ. മറുപടി ആയില്ലേ? അതായത് നിന്റെ ശൂലം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് സഹിപ്പാൻ എൻ്റെ കൃപ തരാം. കൂടാതെ എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. പൗലോസ് ശരീരത്തിൽ ബലഹീനനായിരുന്നു. ആത്മാവിൻ്റെ ബലത്തിലാണ് ശുശ്രൂഷ മുഖത്ത് നിന്നത് എന്നത് വളരെ ഉറപ്പായ കാര്യമാണ്. പൗലോസ് എന്തു പറയുന്നു? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമെന്ന്. എൻ്റെ ശൂലം പോലും എനിക്ക് അനുഗ്രഹമാകുന്നു എന്ന് കർത്താവിൻ്റെ മറുപടിക്കുള്ള പൗലോസിൻ്റെ പ്രതികരണം. എൻ്റെ വെളിപ്പാടുകളിൽ ഞാൻ പ്രശംസിക്കുമെന്നല്ല, എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ പുകഴുമെന്നല്ല, എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. വാസ്തവത്തിൽ ദർശനം കാണാത്ത പലരും അതിൽ ഊറ്റം കൊള്ളുന്നവരായി കണ്ടിട്ടുണ്ട്. നാം നിരാശപ്പെടുന്നതിൻ്റെ കാരണം പലപ്പോഴും നാം ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും അപ്പോഴപ്പോൾ അതുപോലെ തന്നെ ദൈവം നൽകിത്തരാഞ്ഞതിനാലാണല്ലേ? ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ലതിനു വേണ്ടി ചിലതിനോടൊക്കെ ഇല്ല എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഒരുപക്ഷെ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതായിരിക്കും നാം ചോദിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിൽ നാം നോക്കുമ്പോൾ അവ ദൈവനാമ മഹത്വത്തിനായി അധികം പ്രയോജനപ്പെടുന്നതും ആയിരിക്കും. എന്നാൽ ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രയോജനപ്പെടുമെന്ന്. അതെ, ഒരു പക്ഷേ നാം ചോദിക്കുന്നത് വളരെയേറെ ധനമായിരിക്കാം. നമ്മുടെ മനസ്സിലിരിക്കുന്ന കർത്താവേ, ഇത്ര കോടി രൂപ, ഇത്ര ലക്ഷം രൂപ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് മുഴുവൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നു. ഇന്ന് ഞാൻ ശരിക്കും പ്രയോജനപ്പെടാത്തതിൻ്റെ കാരണം ഇന്ന സൗകര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ്. ദൈവം നമ്മോട് പറയുകയാണ്, കുഞ്ഞെ, ഞാൻ ഇതൊക്കെ നിനക്ക് തന്നാൽ തീർച്ചയായും നീ ഇപ്പോൾ കാണിക്കുന്ന തീഷ്ണത പോലും അന്നേരം കാണിക്കില്ല. അതുകൊണ്ട് നിനക്കത് വേണ്ട. നീ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ ഭംഗിയായി പ്രയോജനപ്പെടുന്നുണ്ടല്ലോ. ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ദൈവം നൽകുന്ന മറുപടി മനസ്സിലാക്കി നാം അത് അംഗീകരിക്കുകയും സന്തോഷത്തോടെ മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പൗലോസിൻ്റെ ശാരീരിക ക്ലേശം അഥവാ ജഡത്തിലെ ശൂലം ദൈവം നീക്കിയില്ലെങ്കിലും തൻ്റെ ശക്തി പൗലോസിൽ പ്രകടമാക്കാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. ദൈവത്തിൻ്റെ ശക്തി ബലഹീന മനുഷ്യരിൽ പ്രാവർത്തികം ആകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് കാണുന്നത് നമുക്ക് കൂടുതൽ ധൈര്യം നൽകുന്നതാകണം. നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചാൽ നാം നമ്മിൽ തന്നെ പുഴുകയില്ല, മറിച്ച് കൂടുതൽ ഫലപ്രദമാകുവാനുള്ള വഴികൾ അന്വേഷിച്ച് നാം ദൈവത്തിങ്കിലേക്ക് തിരിയും.
ജീവിതം ഫലപ്രദമാകുവാൻ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ അല്പം ശക്തിയിലും കഴിവിലും പരിശ്രമങ്ങളിലും നാം ആശ്രയിച്ച് സമയം കളയരുത്, താലന്തുകൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ക്രിസ്തീയ സ്വഭാവം വളർത്തുവാൻ സഹായിക്കുക മാത്രമല്ല, പിന്നെയോ നമ്മുടെ ആരാധന ആഴമുള്ളതാക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ബലഹീനതകളെ അംഗീകരിക്കുന്നതിനാൽ നാം ദൈവിക ശക്തി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് അനേകരും ആത്മീകമായി ബലഹീനതയിൽ കഴിയുന്നതിൻ്റെ കാരണം തങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ശക്തി കാണുവാനും സാധിക്കാത്തതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ഇന്ന് അനേകരും ആത്മീകമായി ബലഹീനതയിൽ കഴിയുന്നതിൻ്റെ കാരണം തങ്ങളുടെ സ്വന്തം ജഡത്തിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ശക്തി കാണുവാനും അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ജഡത്തിലുള്ള ആ വലിയ പ്രശ്നമാണോ താങ്കൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അതോ ദൈവം താങ്കൾക്ക് തന്നിട്ടുള്ള അതിമനോഹരമായ സാധ്യതകളെയാണോ, കഴിവുകളെയാണോ? കർത്താവെ, ഈ പ്രശ്നമൊന്ന് നീങ്ങിക്കിട്ടിയിരുന്നു എങ്കിൽ ഞാൻ കൂടുതൽ പ്രയോജനപ്പെട്ടേനേയും എന്നല്ലേ താങ്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? താങ്കൾ പറഞ്ഞത് വളരെ സത്യമാണ്, ശരിയാണ്. എന്നാൽ ദൈവം ഒരുപക്ഷെ നിങ്ങളോട് പറയുന്നത്, മോനെ, മോളെ, നിന്റെ ജീവിതത്തിൽ ആ പ്രശ്നം ഇരിക്കുമ്പോൾ തന്നെ നിന്നെ അധികം ഉപയോഗിക്കുവാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് നിന്റെ ബലഹീനതകളിൽ പ്രശംസിച്ച് എൻ്റെ കൃപയിൽ ആശ്രയിച്ച് നീ മുൻപോട്ട് പോകും. 10-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പഴയ നിയമത്തിലെ ശിംശോനുമായി തട്ടിച്ചാൽ എന്ത് വ്യത്യാസമില്ലേ? ദൈവാത്മാവ് ശിംശോൻ്റെ മേൽ വന്നു, അവൻ ശക്തനായി. ആളുകൾ അവൻ്റെ ശക്തിയിൽ അതിശയിച്ചു. എന്നാൽ ബലം ക്ഷയിച്ച ഒരു ദിവസം വന്നു. ശ്രദ്ധിക്കുക, ബലവാൻ ബലഹീനനായി. ആർക്കും അവനെ കുരങ്ങ് കളിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൻ എത്തിച്ചേർന്നു. ഇവിടെ ബലഹീനൻ ബലവാനാകുന്നതാണ് നാം പൗലോസിൽ കാണുന്നത്. ദൈവത്തിന് ബലഹീനരെയും ഉപയോഗിക്കുവാൻ കഴിയും എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. നമ്മുടെ ബലഹീനത ഒരിക്കലും ദൈവത്തിനൊരു പരിമിതിയല്ല നമ്മെ ഉപയോഗിക്കുന്നത്. നമുക്കുള്ള പരിമിതികൾ നമ്മെ ഉപയോഗിക്കുന്നതിൽ നിന്നും ദൈവത്തെ ഒരിക്കലും പരിമിതിപ്പെടുത്തുകയില്ല. നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നമുക്കുള്ള പരിമിതികൾക്കപ്പുറം നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് സാധിക്കും. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജഡത്തിലുണ്ടായിരുന്ന ശൂലം തന്നെ എത്ര വലിയൊരു പാഠമാകുന്നു നമ്മെ പഠിപ്പിക്കുന്നതില്ലേ? നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ സ്വയപരിശോധന ചെയ്യുവാൻ സഹായകരമായ ഒരൊന്നാം തരം പാഠം. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ, അസൗകര്യങ്ങളിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായും പൗലോസിനോട് സംസാരിച്ച ദൈവം നിങ്ങളോടും സംസാരിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെ അതിനായി വഴി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിപ്പാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ.